തിരുവനന്തപുരം നഗരത്തിലെ മാർച്ചിനിടെ ഉണ്ടായ തേനീച്ച ആക്രമണം ഒരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. പതിയിരിക്കുന്ന ഒരു അപകടം മുന്നിലുണ്ട് എന്ന മുന്നറിയിപ്പ് മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും ഇത് പതിവ് കാഴ്ചയാണ്. എന്താണ് മലപ്പുറം ജില്ലയിലെ സ്ഥിതി എന്നൊന്ന് പരിശോധിച്ചാലോ? അല്ലേട്ടാ, ഒരു ഷൂട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് മോനെ. ആ, സമരം ഉണ്ടാവൂലേ? അതാണ് ഹെൽമെറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഹെൽമെറ്റ് അതിനൊന്നല്ല, നിങ്ങളൊന്നും കാണുന്നില്ലേ വാർത്തയൊന്നും. സമരൊക്കെ ആണെങ്കിൽ നമ്മള് വെറുതെ മാറി നിന്നാ പോരെ. ഇതൊന്നല്ല, നിങ്ങള് വണ്ടി അടിക്കുക, കാണിച്ചു തരാം ഇതിന്റെ സീക്രട്ട്. ആ, എന്നാ ആയിക്കോട്ടെ. ഞാൻ എന്റെ കവചം റെഡിയാക്കട്ടെ. ഇതിപ്പോ എന്താ സംഭവം? ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോണ്. വരി, കാണിച്ചു തരാം നിങ്ങക്ക്. ആ, എന്നാ നമുക്ക് എന്താ സംഭവം നോക്കാലോ. അല്ലേട്ടാ, ഈ സാധനം കണ്ടോ നിങ്ങള്? നമ്മളെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറെ മറ്റേ കളക്ടറേറ്റ് മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ തേനീച്ച കുത്തി. അന്നേ ഞാൻ ആലോചിച്ചത് എത്ര കാലമായിട്ട് എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. ഇനി ഇതുപോലത്തെ കവചാണ് ഉള്ളൂ. ഇവിടെ മാത്രമല്ല, എത്രയോ സ്ഥലത്തുണ്ട്. GST ഓഫീസ് എപ്പോൾ മാർച്ചിന് വന്നാലും ഇതിന്റെ ശ്രദ്ധയപ്പെട്ടാണ്. ഇപ്പോഴാണ് ഇതായത്. ഇതൊക്കെ തലയിലൊന്ന് കടിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി കൂട്ടത്തോടെ. ഇനി അതുകൊണ്ട് ഫുള്ള് പ്രൊട്ടക്ഷനിലാണ് കളി. ഇതാണ് കവചം നമ്മളെ. ആ, നിങ്ങൾ ഹെൽമെറ്റ് നന്നായി, നല്ല ഐഡിയ. എന്തായാലും എന്നോട് പറയണ, ഞാൻ ഹെൽമെറ്റ് ഇട്ടേ നിന്നാല് നമുക്ക് രണ്ടാൾക്കും കൂടി പോയായിരുന്നു. കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ പല ഓഫീസുകളിലും അവിടെ പഴയ കെട്ടിടമാണല്ലോ, അവിടെയും ഇതുപോലെ തേനീച്ചക്കൂടുകളുണ്ട്. നമുക്കറിയാം, ആളുകൾ ഇപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് വരേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംഭവമൊക്കെ എടുത്ത് നോക്കണേ. പ്രത്യേകിച്ച് കലക്ട്രേറ്റിലൊക്കെ സമരങ്ങളും ഇതൊക്കെ പുറത്ത് നടക്കണ്ട. തേനീച്ചക്കൂട് ഇളകിയാൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ വേണം. ചിലത് ചിലപ്പോൾ ശല്യമില്ലാതെ 15 വർഷമായിട്ട് ചിലപ്പോൾ ശല്യമില്ലാതെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ചിലത് കലക്ട്രേറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കാലങ്ങളായി ഈ തേനീച്ചക്കൂട് ഇവിടെ ഉണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുപോലുള്ള സുരക്ഷാ കവചങ്ങളായിട്ട് പണിക്കിറങ്ങാവൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇനി ഫുൾ സേഫ്റ്റി മെഷേഴ്സാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.